നമ്മളെ പേപ്പത്തിന്റെ സിനിമ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് റിവ്യൂ ചെയ്യുമെന്ന് കരുതി. ലെറ്റ്സ് പ്ലേ. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. തുടക്കത്തിൽ തന്നെ സിനിമയുടെ കഥ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ദിലീപിന്റെ പതിവ് സ്റ്റൈൽ ഓഫ് സ്റ്റോറീസ്. അതായത് ഒരു സമൂഹത്തിന് ദോഷകരമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കള്ളൻ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരൻ, അയാള് സമൂഹത്തിന് നല്ല രീതിയിൽ കള്ളക്കടത്ത് ചെയ്യുന്നു, മോഷണം ചെയ്യുന്നു. ഇതാണ് പൊതുവെ മീശവാദൻ ശേഷം ദിലീപിന്റെ പല സിനിമകളുടെയും സ്റ്റോറി സ്റ്റൈൽ. അത് തന്നെ ഇവിടെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികം, പൊളിറ്റിക്സ്, കുറെ മണ്ടൻ പോലീസുകാർ, പുറകെ നടക്കുന്ന മണ്ടൻ പോലീസുകാരും. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ തരുമ്പം അത് പഴയ വീഞ്ഞാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കുറെ മേമ്പൊടികൾ ആഡ് ചെയ്യും. അതാണ് ഈ കളറും അതോടൊപ്പം തോക്ക്, വെടി, പുക, ചാട്ടം, ഇതുള്ള കൂതറ പരിപാടികൾ. ഇതൊക്കെ കാലം കഴിഞ്ഞ് I will take you to the miraculous universe of the most wanted person you're searching for. അപ്പോൾ അങ്ങാടി തോറ്റത്തിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ദിലീപിന്റെ ഇത്തരം സിനിമകളിൽ വില്ലൻ ഒന്നെങ്കിൽ ഒരു പോലീസ് DIG DYSP കാറ്റഗറി, അല്ലെങ്കിൽ ഒരു MLA, അല്ലെങ്കിൽ ഒരു മേയർ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി. പറഞ്ഞു വെച്ചതുപോലെ ഇതെന്തോ ഒരു പാർട്ടി തലവനാണ്. സ്വാഭാവികം. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അയ്യോ, അത് കൊള്ളാം കേട്ടോ. CID മസാലക്കാറ് മുകുന്ദനുണ്ണി. സംഭവം സ്പൂഫാണ്. നമ്മളൊരു സ്പൂഫ് കണ്ടിട്ടുണ്ട്, മോഹൻലാലിന്റെ ആറാട്ട്. സ്പൂഫ് ഓവർലോഡ് ആയി പോയാല് മോഹൻലാലിന്റെ ആറാട്ടാവും. സ്പൂഫ് കറക്റ്റ് പ്രൊപ്പോർഷനിലാണെങ്കിൽ മോഹൻലാലിന്റെ തുടരുമോ. ഈ സിനിമയുടെ വിധി ഏതാണെന്ന് കണ്ടറിയണം. പക്ഷേ എന്തായാലും ധ്യാൻ ശ്രീനിവാസന് ഈ സിനിമ ഒരു ചരിത്രമായിരിക്കും. കാരണം ധ്യാൻ ശ്രീനിവാസൻ തൊട്ട പടങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ തലകാണിക്കുന്നു അതെല്ലാം പൊട്ടും. ഈ പടം വിജയിക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസന് താൻ അഭിനയിച്ചാലും ഒരു സിനിമ ഹിറ്റാക്കാൻ പറ്റും എന്ന് തെളിയിക്കും. അതല്ലെങ്കിൽ മോഹൻലാൽ വിചാരിച്ചാലും ധ്യാൻ ശ്രീനിവാസൻ തൊട്ടാൽ ആ പടം പൊട്ടും എന്നൊരു ചരിത്രം കുറിക്കപ്പെടും. അതുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഇത് ഒരു ഒരു ബെഞ്ച് മാർക്ക് പടമായിരിക്കും. വണക്കം എന്ന് സാധാരണക്കാരൻ. ഇതുപോലെ ഈ അശോകൻ ചിരിച്ചതൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ചിരി ഉണ്ടാക്കി ചിരിക്കേണ്ടി വരും. ആരാണ് ഈ സാധാരണക്കാരൻ? നമ്മളൊക്കെ തന്നെ ബബ്ബ. വീട്ടിലെ അമ്മ കോഴിയെ വിളിക്കുന്ന വിളിയാണിത്. ബബ്ബ വന്ന് ചോറ് തിന്ന്, കൊല്ലാനായാലും ആഹാരം കൊടുക്കാനായാലും ബബ്ബ എന്ന് വിളിച്ചാൽ കോടിക്കൊണ്ട് വരും കോഴി. ഇതുപോലെ ഈ മഹാനടന്മാരുടെ ആരാധകരും എന്തെങ്കിലും കളറൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്താൽ ഓടിക്കൊണ്ട് വരും. ഇത് മുതലെടുക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇതാണ് ഇവരുടെയൊക്കെ ബേസിക് ബിസിനസ് ട്രിക്ക്. പാവം ആ ദേവ്ജിയെ കൂടെ കൊണ്ടുവന്ന് സ്പൂഫ് കളിച്ചിടേ. പീപ്പത്ത് എന്ന നടൻ, ആ നടന്റെ സാമൂഹിക സേവനങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു തുടങ്ങിയതിനു ശേഷം വന്ന പല സിനിമകളിലും പീപ്പത്ത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായിട്ട് കുറെ മാസ് ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. എല്ലാരും കൊണ്ട് എന്നെ വളഞ്ഞടിച്ചു, ഞാൻ രക്ഷപ്പെട്ടു, ഈ രീതിയിൽ കുറെ മാസ് ഡയലോഗുകളുണ്ട്. അത് ഇതിലും തുടരുന്നുണ്ട്. ഇങ്ങനെ ഈ പടങ്ങൾ ഏറ്റവും ബോറ് പരിപാടിയാണ് ഈ സാധനം. കഴിഞ്ഞ ഫ്ലോപ്പ് പടമായിട്ട് ഫ്രീ പ്രിൻസിലുണ്ട് ആ ഒരു സംഭവം. ശ്രീനിവാസ, അറം പറ്റുന്ന വാക്കാവാതിരുന്നാൽ കൊള്ളാം. ദിലീപ് എന്ന നടന്റെ ഒരു അവസാന പിടിവല്ലി പടമായിരിക്കാനാണ് സാധ്യത. കാരണം സ്വന്തം ആക്ടർ അല്ലെങ്കിൽ ഹീറോ സ്പേസ് നിലനിർത്താൻ വേണ്ടി ഈ പടത്തിന്റെ വിജയം അനിവാര്യമാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞ ഈ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യം അറം പറ്റും. കാത്തിരുന്ന് കാണാം. പറഞ്ഞില്ലേ, കംബാക്ക് മൊമെന്റ്. എല്ലാം ജീവിതത്തിൽ നടത്തിയെടുത്ത ഡയലോഗുകളാണ്. ഇതിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ആരെന്നറിയാലോ? അവർ ഈ സിനിമയിൽ തന്നെ ഉണ്ട്. മെയിൻ 2 ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, ഭാര്യയും ഭർത്താവും. അയ്യോ, ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൽ ഒരാളുടേത് ഫസ്റ്റ് പടം
ഒരു ഫീൽ ഗുഡ് പൊട്ടിയ പടമായിരുന്നു. നല്ലത് സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലം. പറ്റിയ ആളാണ്, പീപ്പത്തിന് പറ്റിയ ആളാണ് ഈ ഏപ്പത്ത്. കാരണം രണ്ടും ഈ അഭിനയം, നടനെന്ന രീതിയിൽ അഭിനയത്തെ പുതിയ മേഖലകൾ കണ്ടുപിടിക്കാതെ ഇതുവരെ കാണിച്ചു വെച്ചത് ഈ കയ്യടി കിട്ടുന്ന സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ മണ്ടന്മാരെ മുതലാക്കിക്കൊണ്ട് നടക്കുന്ന രണ്ട് നടന്മാര്. ഇങ്ങനെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടമുണ്ട്. മുപ്പത്തിനാല് 33 ആ ബുള്ളറ്റ് ഇനി പിൻഗാമിയിലെ വല്ല ബുള്ളറ്റാണോ അറിയില്ല. അതിനും എന്തെങ്കിലും സ്പൂഫ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഹരികൃഷ്ണൻസിലെ ഇതും തിരിച്ചുനോട്ടവും ഈ തിരിഞ്ഞുനോട്ടവും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, ഈ പൊട്ടന്മാരെ കൊണ്ട്, ഈ നടന്മാരല്ല ഇതിനെ പൊഴുത്തിക്കൊണ്ട് നടക്കണന്മാര്. എൻ്റെ ലെജൻഡേ, നിങ്ങളൊരു തുടരും തന്ന് എന്ന് കരുതി ഇതിനു മുമ്പ് കാണിച്ച നിങ്ങളുടെ പരിപാടികളൊന്നും മറന്നിട്ടില്ല. ദയവ് ചെയ്ത് തിരിച്ചു വരൂ. ഭാ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാലയ്യ അഭിനയിച്ച ഒരു കോമഡി പടം പോലെയുണ്ട്. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തന്നിട്ട് കുറെ കളറും പുതിയ കാറ്റഗറി സിനിമകളിലുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് ആ പടം വിജയിക്കും എന്ന ഒരു മൈൻഡ് സെറ്റിൽ എടുത്ത സിനിമയുടെ ട്രെയിലർ കണ്ട പോലെ ഉണ്ട്. ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് അതിൽ വല്ലതും ഉണ്ടെങ്കിൽ, ഡിഫറൻ്റ് ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പടം വിജയിക്കാം. അല്ലെങ്കിൽ ഈ മോഹൻലാൽ എന്ന നടൻ്റെ ഒരു ഓപ്പണിംഗ് കളക്ഷൻ ഉണ്ടല്ലോ, അത് മുതലാക്കാൻ ഇറക്കിയ പടം, അതായത് അത് കണ്ണുവെച്ച് ഇറക്കിയൊരു പടം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ആ ഓപ്പണിങ്ങിൽ മോഹൻലാലിൻ്റെ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കയറും. ഇത് മുതലാക്കിയാൽ സിനിമയ്ക്ക് നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാം.